ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കൊഴുപ്പോട് കൂടിയ ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിലും എളുപ്പത്തിലൊരു കടലക്കറി നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഈസിയാണ് ഈ ഒരു കടലക്കറി ഉണ്ടാക്കാൻ. നമ്മളെല്ലാം കൂടി കുക്കറിലിട്ട് വിസിലടിക്കുന്നതേ ഉള്ളൂ, പിന്നീട് വേവിക്കുന്ന ഒന്നുമില്ല. അത്രയേ വേണ്ടൂ നമ്മുടെ കടലക്കറിക്ക്. നമുക്ക് ആദ്യം തന്നെ ആ ഒരു കടലക്കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ പെരുംജീരകമാണ്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി തന്നെ ഏകദേശം ഒരു അരക്കപ്പ് കടല കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലത്തേക്ക് ഇതുപോലെ അത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ കടല നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ഏകദേശം ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലയോ മല്ലിയിലയോ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും അടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് കുക്കർ വിസിലൊക്കെ അടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കടലക്കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇനി ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കടലയൊക്കെ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കൊഴുപ്പോട് കൂടിയ കടലക്കറിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായി ഏകദേശം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഏകദേശം ഒരു 4 ചെറിയുള്ളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഈ ഒരു കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഈ ഒരു താളിപ്പ് കൂടി ഒഴിച്ചപ്പോൾ ഈ ഒരു കടലക്കറിക്ക് നല്ലൊരു മണം കിട്ടുന്നുണ്ട്. തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല കൊഴുപ്പുണ്ട് ഈ ഒരു കടലക്കറി. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഈസി കുക്കർ കടലക്കറി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇന്ന് ഞാൻ ഈ ഒരു കടലക്കറി പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.